അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ കനിഞ്ഞു നൽകിയ പരിശുദ്ധ റമളാനിനെ അവൻ്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിന്ന് റമളാനിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ച് സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും വേണ്ടപ്പെട്ട എല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധ റമളാൻ അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കനിഞ്ഞു നൽകിയ, ഒരിക്കൽ കൂടി നമുക്ക് കനിഞ്ഞു നൽകിയ പരിശുദ്ധ റമളാൻ അത് വിട പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാനിൽ ഞാനും നിങ്ങളുമൊക്കെ ഇനി ഈ വിട പറയുന്ന റമളാനിൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ ഇനി നമ്മൾ ആവേശത്തോടെ പ്രവർത്തിക്കേണ്ടത്, വിശുദ്ധ റമളാനിൽ വലിയ ഓഫറുകൾ അള്ളാഹു നമുക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെയ്താൽ മതി, 70ൻ്റെ പ്രതിഫലം പടച്ചവൻ നമുക്ക് തരുന്നു. ഒരു സുബ്ഹാനല്ലാ ചെല്ലുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ യജമാനനായ റബ്ബ് 69 ചേർത്തത് 70 തരികയാണ്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ 70 എന്നല്ല പ്രവാചകർ പറയുന്നു. ചിലർക്ക് അല്ലാഹു 700 കൊടുക്കുമത്രേ, ചിലർക്ക് അല്ലാഹു 7000 കൊടുക്കുമത്രേ. അതിലും കൂടുതൽ കൊടുക്കുന്ന വിശ്വാസികളെക്കുറിച്ച് പുന്നാര പ്രവാചകൻ അവിടുന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത്ര വലിയ ഓഫറുകൾ അല്ല നമുക്ക് തന്നിട്ട് അതിനെയൊക്കെ കവച്ചു വെക്കുന്ന വലിയ ഒരു ഓഫർ അല്ലാഹു നമുക്ക് തന്ന അവൻ്റെ ഏറ്റവും വലിയൊരു റഹ്മത്താണ് മഹത്തായ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. വിശുദ്ധ ഖുർആൻ എത്ര പ്രാവശ്യമാണ് ആ ലൈലത്തുൽ ഖദറിനെ ഇങ്ങനെ ആവർത്തിച്ച് 3 വട്ടം ആവർത്തിച്ചു. 3 വട്ടം ആവർത്തിച്ചു. അതുകൊണ്ട് തന്നെ 3 വട്ടം ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ അതിൽ 7 അക്ഷരമുണ്ട്. അപ്പോൾ 7 അക്ഷരം 3 വട്ടം അതിനെ ആവർത്തിക്കുമ്പോൾ 21. അതുകൊണ്ട് തന്നെ മഹാരഥന്മാർ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദർ ഒരുപക്ഷെ 21 രാവിലാകാം. അതിന് തെളിവ് പറയുന്നത് ഓർക്കണം ശ്രോതാക്കളെ, ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ അതിൽ 7 അക്ഷരം വരുന്നുണ്ട്. അങ്ങനെ 3 7 കൂടുമ്പോൾ ലൈലത്തുൽ ഖദറിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 3 പ്രാവശ്യം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ലൈലത്തുൽ ഖദറിനെ ആവർത്തിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചത് അതിൻ്റെ അക്ഷരങ്ങൾ കൂട്ടുമ്പോൾ ഏകദേശം 21 വരികയാണ്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാർ പറയുന്നു, ഒരു പക്ഷേ ലൈലത്തുൽ ഖദർ 21 രാവിലാകാം. ഏതായാലും പുന്നാര പ്രവാചകൻ പറഞ്ഞു, വലിയൊരു ഓഫറാണ്. ഒരു ലൈലത്തുൽ ഖദർ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ ശ്രോതാക്കളെ നമുക്കൊരു ലോട്ടറി അടിക്കുന്നത് പോലെയാണ്. ലോട്ടറി എന്ന് പറയുമ്പോൾ അതൊരു ചൂഷണ മേഖലയാണ്. ഞാനതൊരു ഉദാഹരണമായി എൻ്റെ ശ്രോതാക്കളോട് പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു ലോട്ടറി കിട്ടുന്നത് പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിയാൽ നമ്മൾ ധന്യരായി, നമ്മൾ രക്ഷപ്പെട്ടു. ആഖിറത്തിൽ വലിയ വമ്പിച്ച പ്രതിഫലത്തിൻ്റെ കൂമ്പാരങ്ങളുമായിട്ടാണ് നാളെ അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത്. കാരണം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം നമുക്ക് കിട്ടി എന്നതാണ്. അതായത് 1000 മാസം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. ഒന്ന് ചിന്തിച്ചു നോക്കി, 1000 മാസം. ഒരു മാസത്തിലെ ഒരു രാത്രി ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. അള്ളാഹ്ക്കറിയാം നമ്മൾ മടിയന്മാരാണ്.
നമുക്ക് അലസതയുള്ളവരാണ്, നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടെന്ന് പടച്ചവനറിയാം. അതുകൊണ്ട് അള്ളാഹ് ഒരു ഓഫർ റമദാനിൽ വെച്ചിരിക്കുകയാണ്. അത് ഏത് ദിവസമെന്ന് റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തു. പിന്നെ അത് മറപ്പിക്കപ്പെട്ടു. എന്തിനാണത്? അധ്വാനിച്ച് നേടട്ടെ എന്ന് ചിന്തിച്ച്. ഏത് ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ആ ദിവസം തന്നെ ചടഞ്ഞിരിഞ്ഞത് നേടിയെടുക്കുമല്ലോ. അതുകൊണ്ട് അള്ളാഹു ഏത് ദിവസമെന്ന് കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ സൂചനകൾ അള്ളാഹു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂചനയാണ് നേരത്തെ ഞാൻ പറഞ്ഞ 21 രാവ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ലൈലത്തുൽ ഖദ്ർ മഹാ അത്ഭുതമാണ്. 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒരു രാത്രിയിലെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരു വിശ്വാസി നേടിയെടുക്കുക എന്നത് എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ സന്തോഷമാണ് ഈ മിസ്കീന്മാരായ ഈ പാവപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം. 1000 മാസം നമ്മൾ അക്ഷരത്തിൽ കണക്കിൽ കൂട്ടുമ്പോൾ 84 കൊല്ലത്തോളം. ഓർത്തു നോക്കിയേ, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് എത്രയെന്ന പ്രവാചകൻ പറഞ്ഞത്? 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എൻ്റെ സമുദായത്തിൻ്റെ ആയുസ്. ബഹുഭൂരിപക്ഷം ആളുകളും 60-ൻ്റെയും 70-ൻ്റെയും ഇടയിൽ മരിച്ചു പോകും. മുഹമ്മദ് നബിയുടെ സമുദായം നമ്മൾ ശരാശരി മരണത്തിൻ്റെ കണക്കെടുത്താൽ 60ഉം 70, അതിനപ്പുറത്തോട്ട് പോകുന്നത് അപൂർവമാണ്. അങ്ങനെ പോകുന്നവർ ഭാഗ്യം ലഭിച്ചവരാണ്, അത് വേറെ വിഷയം. ഏതുമാകട്ടെ 84 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ യജമാനനായ റബ്ബ് നൽകുന്ന അനർഘ നിമിഷങ്ങളാണ്, വിലമതിക്കാനാകാത്ത നിമിഷങ്ങളാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നമുക്ക് സംവിധാനിക്കുന്നത്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. പ്രവാചകൻ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്തായ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ, തസ്ബീഹ് നിസ്കരിച്ചാൽ, സുന്നത്ത് നിസ്കാരം കൊണ്ട്, തറാവീഹ് നിസ്കാരം കൊണ്ട്, തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ജോലിയായാൽ അവനിക്ക് അല്ലാഹു അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ, അവൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ അവൻ്റെ അന്നത്തെ ദിവസം വരെ സംഭവിച്ചു പോയ സകല പാപങ്ങളും അല്ലാഹു കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. അല്ലാഹു അവനെ ഉന്നത ശ്രേണിയിലേക്ക് ഉയർത്തുകയാണെന്ന് ആമിന ബീവിയുടെ മുത്തുമോനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ഈ വമ്പിച്ച പ്രതിഫലം വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ മഹത്തായ രാത്രിയെ മുതലാക്കിക്കോ. എങ്ങനെയാണ് മുതലാക്കേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, തഹിറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാന. നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. റസൂലുള്ളാഹി പറയുകയാണ്, തഹിറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി. വിശുദ്ധ റമളാനിന്റെ ഒറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. എൻ്റെ സ്വഹാബ, ഒരുപക്ഷേ ലൈലത്തുൽ ഖദ്ർ 21 രാവിലാകാം, അല്ലെങ്കിൽ 23 രാവിലാകാം, അല്ലെങ്കിൽ 25 രാവിലാകാം, അല്ലെങ്കിൽ 27 രാവിലാകാം. അന്നാണ് നമ്മളൊക്കെ ചടഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ 27 രാവിലാകാം, അല്ലെങ്കിൽ 29 രാവിലാവാം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അന്ന് നമ്മൾ പെരുന്നാളിൻ്റെ തിരക്കിലാണ്. പ്രിയപ്പെട്ടവരെ, പെരുന്നാളിൻ്റെ തിരക്കിൽ ഇതിനെ മറന്നു പോകരുത്. ഒരു പക്ഷേ ലൈലത്തുൽ ഖദ്ർ 29 രാവിനും ഭൂമിയിൽ വരുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, ആ മഹത്തായ ഓഫർ 1000 മാസം 84 കൊല്ലം ഇബാദത്ത് ചെയ്യുന്ന ഏതാനും മിനിറ്റുകൾ, ഒരു രാത്രിയിൽ ഏതാനും മിനിറ്റുകൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്ന മഹാ അനുഗ്രഹം നേടിയെടുക്കാൻ കഴിവിൻ്റെ പരമാവധി എൻ്റെ ശ്രോതാക്കളെ നിങ്ങൾ ശ്രമിക്കണമെന്നും, അല്ലാഹു ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്തായ രാത്രിയിൽ നമ്മളുടെ ഇബാദത്തുകൾ കൂട്ടിച്ചേർത്ത് അല്ലാഹു നമ്മളെ ധന്യമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹു നമ്മളിൽ നിന്ന് ഈ റമളാനിനെ കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.